Hi all, good morning. In this video, I am going to explain what is oligopoly, its features, classification, etc. Oligopoly is an important form of imperfect competition. Imperfect competitionന്റെ ഒരു പാർട്ടാണിത് oligopoly. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. The term oligopoly is derived from two Greek words. രണ്ട് ഗ്രീക്ക് വേർഡ്സിനാണ് ഈ ഒരു ടേം വന്നിട്ടുള്ളത്. Oligoi, which means a few, and poly, which means to sell. അപ്പോൾ ഈ രണ്ട് വേർഡ്സ് എന്നാണ് ഗ്രീക്ക് വേർഡ്സ് എന്നാണ് ഒളിഗോപ്പൊളി വന്നിട്ടുള്ളത്. അപ്പോൾ ദിസ് ഒളിഗോപ്പൊളി ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ആർ ഓൺലി ഫ്യൂ സെല്ലേഴ്സ്. അവിടെ എന്താണ് ഫ്യൂ സെല്ലേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ, കുറച്ച് സെല്ലേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. പ്രൊഡ്യൂസിങ് ഹോമോജീനിയസ് പ്രോഡക്ട്സ്, ഇവിടെ ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആവാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓർ ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്ട്സ്. ഇപ്പോൾ ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആവാം അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്ട്സ് ആവാം. അങ്ങനെയുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ, ഓൺലി ഫ്യൂ സെല്ലേഴ്സ് prevailing in the market. അപ്പോൾ ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ആർ ഓൺലി ഫ്യൂ സെല്ലേഴ്സ് പ്രൊഡ്യൂസിങ് ഹോമോജീനിയസ് ഓർ ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്ട്സ്. അവിടെ കുറച്ച് ഫേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവർ മാത്രമേ കോമ്പീറ്റ് ചെയ്യുന്നത്. ദെൻ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഒളിഗോപ്പൊളി. അതിൽ വരുന്നത് ഒന്ന് ഫ്യൂ സെല്ലേഴ്സ്. Few sellers. Under oligopoly, the number of sellers is very small. There are two or more but few sellers. They dominate the market for a product. ഇവിടെ കുറച്ച് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ പോലെ കൂടുതൽ ഫേംസ് ഇവിടെ ഉണ്ടായിരിക്കില്ല. നമ്പർ ഓഫ് സെല്ലേഴ്സ് വെരി സ്മോൾ ആയിരിക്കും. ദെൻ രണ്ടാമത്തെ ഫീച്ചറാണ് ഹോമോജീനിയസ്. Homogeneous or differentiated. Homogeneous or differentiated product. Under oligopoly, firms produce either homogeneous product or differentiated products. അപ്പോൾ ഇവിടെ ഒളിഗോപ്പൊളിയിൽ ഫേംസ് ഹോമോജീനിയസ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ ചെയ്യാം, ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാം. Then interdependence of firms. Interdependence. Interdependence of firms. Under oligopoly, all the sellers depend upon each other. Activities of one seller affect others also. ഇവിടെ ഒളിഗോപ്പൊളിയിൽ എല്ലാ സെല്ലേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ആക്ടിവിറ്റീസ് ഓഫ് വൺ സെല്ലർ അഫക്റ്റ് അതേഴ്സ് ഓൾസോ. ഒരു സെല്ലറുടെ ആക്ടിവിറ്റീസ് മറ്റവരെയും ബാധിക്കും. എ ഫേം ഹാസ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് ഓഫ് അതർ ഫേംസ് വൈൽ ഡിറ്റർമിൻ ഇറ്റ്സ് പ്രൈസ് ആൻഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഫേം പ്രൈസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മറ്റുള്ള ഫേംസിൻ്റെ ആക്ഷൻസ് റിയാക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം ഡിറ്റർമിൻ ചെയ്യാൻ. Then next one, price rigidity. Under oligopoly, activities of all firms are interdependent. എല്ലാ ആക്ടിവിറ്റീസും ഒളിഗോപ്പൊളിയിലെ എല്ലാ ഫേംസിൻ്റെ ആക്ടിവിറ്റീസും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഡ്യൂ ടു ദിസ് റീസൺ ദ ഫേംസ് ഡോണ്ട് ലൈക്ക് ടു ചേഞ്ച് ദ പ്രൈസ് ഓഫ് ദെയർ പ്രോഡക്റ്റ് ഫ്രീക്വൻ്റ്ലി. അതുകൊണ്ട് തന്നെ ഒരു ഫേമും സ്വന്തമായിട്ട് അവരുടെ പ്രൈസ് പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യില്ല. ദ റിസൾട്ട് ഈസ് ദാറ്റ് ദ മാർക്കറ്റ് പ്രൈസ് ടെൻഡ്സ് ടു ബി റിജിഡ് ഓർ സ്റ്റാബിൾ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പ്രൈസ് എപ്പോഴും എന്തില്ല, ചേഞ്ച് വരുന്നില്ല, സ്റ്റാബിൾ ആയിട്ട് നിലനിൽക്കും. ദെൻ നെക്സ്റ്റ് വൺ, എലമെന്റ് ഓഫ് മൊണോപ്പൊളി. ഇൻ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് ദർ ആർ ഓൺലി ഫ്യൂ ഫേംസ്. ഇവിടെ കുറച്ച് ഫേംസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, ഒരു ചെറിയൊരു മൊണോപ്പൊളി അവിടെ വന്നേക്കാം. അവിടെ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ടാവുമ്പോൾ അവിടെ എന്ത് വരും, മൊണോപ്പൊളി വരും. ദെൻ എക്സസീവ് എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെൻറ്റ്. എക്സസീവ്
expenditure on advertisement. Each firm doesn't change its price. Hence, the only way to increase the sale is heavy advertisement. ഇവിടെ ഫേം നമ്മൾ പറഞ്ഞു ഇടക്ക് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് പ്രൈസ് ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സെയിൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഒന്നെന്ന് പറഞ്ഞാൽ ഹെവി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ ക്വാളിറ്റി അല്ലെങ്കിൽ ഡിസൈനിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുക. അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുകൊണ്ട് അവരുടെ സെയിൽസ് കൂട്ടുക എന്നുള്ളതാണ്. സോ അഡ്വർടൈസ്മെൻറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എ ഫേം അണ്ടർ ഒളിഗോപ്പൊളി. നെക്സ്റ്റ്, അൺസർട്ടനിറ്റി ഓഫ് ഡിമാൻഡ് കർവ്. Uncertainty of demand curve. Under oligopoly, a firm cannot forecast its demand or revenue curve. ഒളിഗോപ്പൊളിയിൽ ഒരു ഫേമിനും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഡിമാൻഡ് അല്ലെങ്കിൽ റവന്യൂ കർവ് ഫോക്കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മുൻകൂട്ടി കാണാൻ പറ്റില്ല. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫോക്കാസ്റ്റ് വെദർ കോമ്പറ്റീറ്റേഴ്സ് വിൽ ചേഞ്ച് ദെയർ പോളിസീസ് ഓർ നോട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കോമ്പറ്റീറ്റേഴ്സ് അവരുടെ പോളിസീസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഫോക്കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡ്യൂ ടു ദീസ് റീസൺസ് ഡിമാൻഡ് ഓർ റവന്യൂ കർവ് ഓഫ് ആൻ ഒളിഗോപ്പൊളി ഫേം ഈസ് അൺസർട്ടൻ. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ റവന്യൂ കർവ് എന്താണ്, അൺസർട്ടൻ ആണ് ഒളിഗോപ്പൊളിയിൽ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഒളിഗോപ്പൊളി. Oligopoly can be classified on certain basis. First one, on the basis of product differentiation. Product differentiation ന്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. On the basis of product differentiation. On the basis of product differentiation. അതിൻ്റെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്യുവർ പെർഫെക്റ്റ് ഒളിഗോപ്പൊളി, പ്യുവർ പെർഫെക്റ്റ് ഒളിഗോപ്പൊളി. സെക്കൻഡ് വൺ, ഡിഫറൻഷിയേറ്റഡ് or imperfect oligopoly. First one, pure perfect oligopoly ആണ്. When all firms of an industry produce and sell identical or homogeneous product. ഇവിടെ എല്ലാ ഫേംസും എന്താ ചെയ്യുന്നത്, ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ ഫേംസും പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെല് ചെയ്യുന്നതും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരേ രീതിയിലുള്ള ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, പ്യുവർ ഓർ പെർഫെക്റ്റ് ഒളിഗോപ്പൊളി. ഇവിടെ ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നതും വിൽക്കുന്നതും. ഹോമോജീനിയസ് പ്രോഡക്റ്റ്. Then differentiated അല്ലെങ്കിൽ imperfect oligopoly എന്ന് പറഞ്ഞാൽ when all the firms of an industry produce and sell differentiated products or close substitutes for each other. It is called differentiated or imperfect oligopoly. അപ്പോൾ ഡിഫറൻഷിയേറ്റഡ് ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ ഫേംസും പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെല് ചെയ്യുന്നതും എന്താണില്ല, ഹോമോജീനിയസ് പ്രോഡക്റ്റ് അല്ല, ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആയിരിക്കും. അതിനാണ് നമ്മൾ ഡിഫറൻഷിയേറ്റഡ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഒളിഗോപ്പൊളി എന്ന് പറയുന്നത്. ഇവിടെ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് എൻട്രി ഓഫ് ഫേംസ്. ഓൺ ദ ബേസിസ് ഓഫ് എൻട്രി ഓഫ് ഫേംസ്. ഫേംസിന്റെ എൻട്രിന്റെ ബേസിൽ. ഫസ്റ്റ് വൺ, ഓപ്പൺ ഒളിഗോപ്പൊളി. ഓപ്പൺ ഒളിഗോപ്പൊളി. സെക്കൻഡ് വൺ, ക്ലോസ്ഡ് ഒളിഗോപ്പൊളി. ഇപ്പോൾ രണ്ട് രീതിയിലാണ് എൻട്രി ഓഫ് ഫേംസിൻ്റെ ബേസിൽ. ഒന്ന് ഓപ്പൺ ആണ്. അവിടെ ഓപ്പൺ നമുക്ക് പേര് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദ ഫേംസ് ആർ ഫ്രീ ടു കം ഇൻ ടു ദ മാർക്കറ്റ് ആൻഡ് ഗോ ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. ഈ ഫേംസിന് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാം, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, അവർക്ക് മാർക്കറ്റിൽ നിന്നും എക്സിറ്റ് ആവും. അപ്പോൾ അതാണ് ഓപ്പൺ ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ ഫ്രീ ടു എൻറ്റർ, ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും, അതേപോലെ ഫ്രീ ആയിട്ട് എക്സിറ്റ് ആവാൻ പറ്റും. ക്ലോസ്ഡ് ഒളിഗോപ്പൊളി, ദിസ് ഇസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ വേർ ന്യൂ ഫേംസ് ആർ നോട്ട് അലൗഡ് ടു എൻറ്റർ ദ ഇൻഡസ്ട്രി.
ഇവിടെ എന്തില്ല, നോട്ട് അലൗഡ് ആണ്. പുതിയ ഫേംസിനെ അലോ ചെയ്യുന്നില്ല, മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പുതിയ ഫേംസിനെ അലോ ചെയ്യാതാണ് ക്ലോസ്ഡ് ഒളിഗോപ്പൊളി. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ്. ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ്. പ്രൈസ് ലീഡർഷിപ്പിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം പാർഷ്യൽ ഒളിഗോപ്പൊളി, partial oligopoly, second one full oligopoly. Partial oligopoly and full oligopoly. Partial oligopoly refers to that market situation where the industry is dominated by one big firm known as the leader and the other firms known as the followers of the industry follow the price policy determined by the leader. ഇപ്പോൾ പാർഷ്യൽ ഒളിഗോപ്പൊളിയിൽ എന്തുണ്ടായിരിക്കും, ഒരു ബിഗ് ഫേം ഡോമിനേറ്റഡ് ആയിരിക്കും, അതിനാണ് നമ്മൾ ഒരു ലീഡർ ഫേം ഉണ്ടായിരിക്കും. ആ ഫേമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവരാണ് പ്രൈസൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. മറ്റുള്ള ഫേംസ്, അത് ഫോളോവേഴ്സ് എന്നറിയപ്പെടുന്ന മറ്റുള്ള ഫേംസ് എന്ത് ചെയ്യുന്നു, അവർ ആ പ്രൈസ്, ലീഡർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് പാർഷ്യൽ ഒളിഗോപ്പൊളി എന്ന് പറയുന്നത്. ഇവിടെ ലീഡർ ഫേം ഉണ്ടായിരിക്കും, അതേപോലെ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. Then full oligopoly, it refers to that market situation where there is no leader and no followers. ഇവിടെ ലീഡേഴ്സോ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കില്ല. ഫുൾ ഒളിഗോപ്പൊളിയിൽ ഹിയർ പ്രൈസ് ലീഡർഷിപ്പ് ഈസ് ആബ്സെന്റ്. ഇവിടെ പ്രൈസ് ലീഡർഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. ഒന്നിച്ച് ആ ഒരു ഫേംസ്, എന്താണ്, ഇൻഡസ്ട്രി ഒന്നിച്ചാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് on the basis of agreement. On the basis of agreement. Agreement in the basis. Collusive oligopoly. Collusive oligopoly. അതുപോലെ തന്നെ നോൺ കൊലൂസീവ് ഒളിഗോപ്പൊളി. Non-collusive oligopoly. Collusive oligopoly എന്ന് പറഞ്ഞാൽ it is a market situation where the firms belonging to an industry follow a common policy of pricing. In other words, they combine together to avoid competition among themselves regarding the price and output of the industry by means of an agreement. ഇവിടെ ഒരു agreement ഉണ്ട്. Collusive oligopoly ഒരു agreement ഉണ്ടായിരിക്കും. ഇവിടെ എന്തെങ്കിലും കോമൺ പ്രൈസിങ് പോളിസി ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അവരെല്ലാം കൂടെ ദേ കമ്പൈൻ ടുഗെദർ ടു അവോയ്ഡ് കോമ്പറ്റീഷൻ എമംഗ് ദംസെൽസ്. അവിടെ കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു കോമൺ ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് പ്രകാരമുള്ള പോളിസി, ഒരു പ്രൈസിങ് പോളിസി ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ദെൻ നോൺ കൊലൂസീവിലാണെങ്കിൽ ഇവിടെ ഒരു അഗ്രിമെന്റ് ഉണ്ടായിരിക്കും. നോൺ കൊലൂസീവിലാണെങ്കിൽ അണ്ടർ ദിസ് മാർക്കറ്റ് സിറ്റുവേഷൻ വേർ ദർ ഇസ് നോ അഗ്രിമെന്റ്. ഇവിടെ നോൺ കൊലൂസീവിലാണെങ്കിൽ ഇവിടെ അഗ്രിമെന്റ് ഉണ്ടായിരിക്കില്ല. നോ അഗ്രിമെന്റ് എമംഗ് ദ ഫേംസ് റിഗാർഡിംഗ് ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ എൻറ്റയർ മാർക്കറ്റ്. ഇവിടെ ഒരു അഗ്രിമെന്റ് പ്രകാരം നല്ല പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. കൊലൂസീവ് ഒളിഗോപ്പൊളിയിൽ എന്ത് ചെയ്യും, അവർ ഒന്നിച്ച് എന്ത് ചെയ്യും, അവരുടെ അവർക്ക് കോമ്പറ്റീഷൻ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒന്നിച്ചൊരു അഗ്രിമെന്റിലെത്തും. ആ ഒരു കോമൺ പോളിസിൻ്റെ ബേസിലാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ oligopoly. First, on the basis of product differentiation, oligopoly can be classified into two: pure or perfect oligopoly and differentiated or imperfect oligopoly. On the basis of entry of firms, it can be classified into two: open oligopoly and closed oligopoly. Open oligopoly എന്ന് പറഞ്ഞാൽ എന്താണ്, the firms can free to enter into the market and go out of the market. Closed oligopoly എന്തുണ്ടായിരിക്കില്ല, ഫ്രീ ആയിട്ട് പുതിയ ഫേംസിന് എൻട്രി ചെയ്യാൻ പറ്റില്ല. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പിൻ്റെ ബേസിൽ പാർഷ്യൽ ഒളിഗോപ്പൊളി ആൻഡ് ഫുൾ ഒളിഗോപ്പൊളി. പാർഷ്യൽ ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വലിയൊരു ഫേം അവിടെ ഡോമിനേറ്റഡ് ആയിരിക്കും, അവരായിരിക്കും ലീഡർ. ആ ഒരു ലീഡർ ഫേം പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, മറ്റുള്ള ഫേംസ് അത് ഫോളോ ചെയ്യുന്നു. ദെൻ ഫുൾ ഒളിഗോപ്പൊളിയിൽ അങ്ങനെ ഒരു പ്രൈസ് ലീഡർഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ദർ ഇസ് നോ ലീഡർ ആൻഡ് നോ ഫോളോവേഴ്സ്. Then on the basis of agreement, agreementന്റെ ബേസിൽ കൊലൂസീവ് ഒളിഗോപ്പൊളി ആൻഡ് നോൺ കൊലൂസീവ് ഒളിഗോപ്പൊളി.
കൊളൂസീവ് ഒളിഗോപ്പൊളിയിൽ അവിടെ എന്തുണ്ടായിരിക്കും? ദർ ഇസ് എൻ അഗ്രിമെൻറ്റ്, ഒരു കോമൺ പോളിസി, ഒരു പ്രൈസിങ് പോളിസി അവിടെ ഫോളോ ചെയ്തിരിക്കും കോമ്പറ്റീഷൻ തടയാൻ വേണ്ടിയിട്ട്. ദെൻ നോൺ കൊളൂസീവ് ഒളിഗോപ്പൊളിയിൽ ദർ ഇസ് നോ അഗ്രിമെൻറ്റ്, അവിടെ ഒരു അഗ്രിമെൻ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ.